വർക്കല ഐരൂർ MGM മോഡൽ സ്കൂളിലെ അധ്യാപകരും നന്മ ക്ലബ്ബിലെ അംഗങ്ങളായ വിദ്യാർത്ഥികളും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M എല്ലാവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചു. സമുദ്രതീരം കൂട്ടുകുടുംബത്തിൽ ഇതൊരു വിശേഷ ദിവസം കൂടി ഇന്ന് കടന്നു പോകാൻ പോവുകയാണ്. 73ാമത്തെ സ്കൂളിലെ കുട്ടികളാണ് ഈ 6 വർഷത്തിന് ഇടയിൽ ഇവിടെ വന്നു പോയത്. അതിനിടയിൽ ഒട്ടനവധി വിശിഷ്ട വ്യക്തികളും ഈ കുടുംബത്തിലെ വന്ന് ഇവരോടൊപ്പം പങ്കുചേരുകയുണ്ടായി. നിങ്ങളുടെ സ്കൂളിൻ്റെ മാനേജർ കൂടിയായ പൂജ മേഡവും കുടുംബവും ഇവിടെ പല ഘട്ടങ്ങളിലും എത്തുകയും ഇവിടുത്തെ അച്ഛന്മാർക്ക് അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളും ആഹാരങ്ങളും എല്ലാം നൽകിയിട്ടാണ് ഇവിടെ നിന്ന് പോകാറുള്ളത്. ടീച്ചർ ആദ്യം വന്നപ്പം തന്നെ ഈ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഒരു കരയേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ടീച്ചറുടെ കുറേ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു നിമിഷമായിരുന്നു അന്ന്. ടീച്ചറിൻ്റെ ഉള്ളിലെ ജീവിതങ്ങൾ ഇവിടുത്തെ അച്ഛന്മാർക്കും അമ്മമാർക്കും പങ്കുവയ്ക്കുകയുണ്ടായി. അതിനുശേഷം പല ഘട്ടങ്ങളിലും ടീച്ചറും മകനും ഉൾപ്പെടെ ഇവിടെ എത്തുകയുണ്ടായി. അങ്ങനെ ഒരു ബന്ധം കൂടി MGM സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായി ഞങ്ങൾക്ക് ഉണ്ട്. ഏറെ സന്തോഷമാണ് നിങ്ങളിവിടെ എത്തിയത്. ഞാൻ ടീച്ചറുമായി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഞങ്ങൾക്ക് ഈ 6 വർഷത്തിനിടയിൽ 73 സ്കൂളിലെ കുട്ടികൾ വന്നെങ്കിലും വെറും കൈയോടെയല്ല കുട്ടികൾ തിരിച്ചു പോയത്. നിങ്ങൾ പഠിക്കുന്ന പാഠത്തിനപ്പുറം പുതിയൊരു പാഠം കൂടി പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകേണ്ടതെന്നും നിങ്ങളുടെ അച്ഛനെ അമ്മയെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് സ്കൂളിൻ്റെ ടീച്ചർമാരും മാനേജ്മെൻറ്റും നിങ്ങളെ ഈ കുടുംബത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചുരുക്കം സമയങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ ചെലവഴിക്കേണ്ടത് ഇവിടുത്തെ ഓരോ അച്ഛന്മാരെയും അമ്മമാരെയും എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോയി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ നിങ്ങളുടെ അച്ഛനെ അമ്മയും ആ സന്തോഷങ്ങൾ ഇന്ന് ഒരു ദിവസം പങ്കുവയ്ക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് അച്ഛനെയും അമ്മയും സംരക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾ ഇന്ന് കിട്ടുന്ന ഇവിടെ നിന്ന് കിട്ടുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. നന്മ കോർഡിനേറ്റർ അനിത S ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. 10-15 വർഷത്തോളമായി ഞാൻ MGM സ്കൂളിൽ നന്മ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് അനാഥ മന്ദിരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് സനാതന മന്ദിരമാണ്. അനാഥം എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ടാണല്ലോ സാറ് വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞത്, ടീച്ചർ ഒരു പൈസ പോലും പുറത്തുനിന്ന് സഹായം കിട്ടാനില്ല, 9 ബാങ്കിൽ ലോണാണെന്ന് പറഞ്ഞത്. ഇത് സനാഥ മന്ദിരമാണ്. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും അമ്മമാരും അത്ര ഭാഗ്യം ചെയ്തവരാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മാത്രമല്ല ഏറ്റവും സന്തുഷ്ടമായി ജീവിക്കേണ്ടത്. അതാണ് ഈ കൊച്ചുമക്കൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഒരു ലക്ഷ്യമുണ്ട്. ഓരോ സൃഷ്ടിക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഒരു സൃഷ്ടിയും വെറുതെ അല്ല ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ധർമ്മങ്ങളുണ്ട്. ഇവിടെ സാറ് ചെയ്യുന്ന ഈശ്വരീയമായ ധർമ്മമാണ്. ഈ സാറ് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പേരും എങ്ങോട്ട് പോകുമായിരുന്നു? അപ്പോൾ നമുക്ക് കിട്ടുന്നത് അത്രയും നമുക്ക് കഴിച്ച് നമുക്ക് സുഖമായിട്ട് ജീവിച്ച് പോകാനുള്ളതല്ല. നാളെ എന്തെങ്കിലും നന്മ അവശേഷിച്ചിട്ട് വേണം നമ്മളിവിടെ നിന്ന് പോകാൻ. അപ്പോൾ അത് സാറ് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമാണ്. നന്മയിലേക്ക് വരാൻ പ്രചോദനമായതും സാറ് പറഞ്ഞതുപോലെ പൂജാമയമാണ്. ഇത്രയും സമ്പന്നതയിൽ കഴിയുമ്പോഴും ടീച്ചർ വളരെ ലാളിത്യത്തിലാണ് മനസ്സുകൊണ്ട് എപ്പോഴും. ഒരുപാട് പ്രവർത്തനങ്ങൾ നന്മയ്ക്ക് വേണ്ടി മറ്റാരും അറിയാതെ ടീച്ചർ ചെയ്യുന്നുണ്ട്.
ടീച്ചറുമായിട്ട് സംസാരിക്കുന്ന സമയങ്ങളിലും പറഞ്ഞ ആശയമാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ വന്ന എല്ലാ കൊച്ചുമക്കളും ഇതിൻ്റെ ആ വാല്യൂ അത് മനസ്സിലാക്കി വേണം ഇവിടം വിടാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് സാർ ഇത്രയും അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് നമ്മളോട് ഇവരെക്കുറിച്ച് സംസാരിച്ചത്, ഇതിൻ്റെ വാല്യൂ ആ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിന് എങ്കിൽ മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ സാറിന് ഇത്രയും പേരുടെ മനസ്സിൽ സാർ എന്തായാലും ഈശ്വരനാണ്. അപ്പോൾ അങ്ങനെയുള്ള സാറിന് വീണ്ടും ഇതിലും മഹത്തായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സാർ ഐഡിയ അകത്ത് നിന്ന് പറഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്ന പ്ലാനുകളെക്കുറിച്ച് അതിന് ഈശ്വരൻ എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാർ. സാറിൻ്റെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ. അധ്യാപിക ശ്രീകല, നന്മ ക്ലബ്ബിലെ അംഗങ്ങളായ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നമ്മൾ ദൈവത്തെ കാണുന്നു എന്നൊക്കെ പല രൂപത്തിലും കാണുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈശ്വര തുല്യനായ ഒരു മനുഷ്യൻ, എനിക്ക് അത്രയേ പറയാനുള്ളൂ. നമസ്കാരം, ഞാൻ മഹിമ മഹേഷ്, 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പല സൗഭാഗ്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് മനസ്സ് സങ്കടം വരുന്നുണ്ട്. ഞാനിപ്പോൾ പലപ്പോഴും അമ്മയും അച്ഛനുമായിട്ട് വഴക്ക് ഉണ്ടാക്കിയത് ആലോചിക്കുമായിരുന്നു മനസ്സിൽ. അതൊക്കെ ഞാനിപ്പോൾ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരത്തില്ലെന്ന് എനിക്കിപ്പോൾ നല്ല സങ്കടം മനസ്സിൽ വരുന്നുണ്ട്. അമ്മയും അച്ഛനുമായിട്ടും ഇനി എനിക്ക് സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് താല്പര്യം തോന്നുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദിത്യലക്ഷ്മി, ഞാൻ 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന കുറച്ച് ഇഷ്ടത്തിലുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് സംസാരിച്ചപ്പം അവർക്കിവിടെ വിഷമമില്ല, ബട്ട് അവരുടെ പാസ്റ്റിനെ പറ്റി ഓർക്കാൻ കുറച്ച് ഒരു മടിയുണ്ടെങ്കിലും ഇവിടെ ഹാപ്പിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതിൽ പലരും ഒരമ്മ ഞാൻ കണ്ടു, ഓർമ്മയില്ല, എന്നാലും മക്കളോടുള്ള സ്നേഹമൊന്നും മാറിയിട്ടില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒരുപാട് പറയാനൊന്നും അറിയത്തില്ല, ബട്ട് ഫീലിങ്സ് ഉണ്ട്, ബട്ട് അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു പറ്റുന്നില്ല. താങ്ക് യു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനു വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമാഹരിച്ച പുസ്തകങ്ങൾ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം ഏറ്റുവാങ്ങി. തുടർന്ന് വിദ്യാർത്ഥികൾ അച്ഛനമ്മമാരോടൊപ്പം വിശേഷങ്ങൾ പങ്കിട്ടു.